ആരും ഏകാധിപതി എന്ന് വിളിക്കരുത്, എനിക്കതിഷ്ടമല്ല. ഞാനൊരു ഏകാധിപതിയല്ല എന്ന് വ്യക്തമാക്കി ട്രംപ് രംഗത്ത്. ഇന്ത്യക്ക് അധിക തീരുവ ചുമത്തുന്നതിന് ഒരു ദിവസം ശേഷിക്കെയാണ് ട്രംപ് ഇക്കാര്യങ്ങൾ പറയുന്നതും. മാത്രമല്ല, അമേരിക്കയിലെ ചില സ്ഥാപനങ്ങൾ നടത്തിയ സർവേയിൽ റിപ്പബ്ലിക്കൻ പാർട്ടി അംഗം പാർട്ടിയോട് അനുവാദമുള്ള സ്വതന്ത്രനും ട്രംപ് കൂടുതൽ കരുത്തനാണ് എന്ന് അല്ലെങ്കിൽ കരുത്തരാകാൻ ആഗ്രഹിക്കുന്നുവെന്നും പറയുന്നുണ്ട്. 74% റിപ്പബ്ലിക്കന്മാരും ആഗ്രഹിക്കുന്നത് അതാണ് എന്നും കോൺഗ്രസിനെയും സെനറ്റിനെയും ഒക്കെ തന്നെ അതുപോലെ കോടതികളെയും ഭയക്കാതെ തന്നെ ഭരിക്കാൻ ട്രംപിന് കഴിയുമെന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ താൻ ഏകാധിപതിയാകാൻ ഇല്ല എന്നും ട്രംപ് പറയുന്നു. ചിലർ എന്നെ ഏകാധിപതി എന്ന് വിളിക്കുകയാണ്. ഞാനൊരു ഏകാധിപതി ആകണമെന്ന് ചിലർ ആഗ്രഹിക്കുന്നു, പക്ഷേ എനിക്കത് ഇഷ്ടമല്ല. ഞാനൊരു ഏകാധിപതി ആകില്ല എന്ന് തറപ്പിച്ച് പറയുകയാണ് ട്രംപ്. എന്നാൽ ഇന്ത്യക്ക് ടാരിഫ് ഷോക്ക് നാളെ മുതൽ നൽകുമെന്നും അതുപോലെ ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇവിടെ അക്കമിട്ട് പറയുകയാണ്. ഇതോടെ മോദിയുടെ ഭാഗത്തു നിന്നും കൂടുതൽ കൂറ്റൻ സർജിക്കൽ സ്ട്രൈക്കുകൾ ട്രംപിന് നേരെ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. മറ്റു രാജ്യങ്ങളെ പ്രത്യേകിച്ച് അമേരിക്കയുമായി ഒരു ഡീലിനും ഇനി നിൽക്കുന്നില്ല എന്നും മോദി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ വൈവിധ്യമാർന്ന വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അമേരിക്കയെ നേരിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇതിനിടെ ട്രംപ് ചൈനയ്ക്ക് നേരെയും കടുത്ത രോഷം പ്രകടിപ്പിച്ചു. ചൈന അപൂർവ ധാതുക്കളുടെ കയറ്റുമതി നിയന്ത്രിക്കുന്നതാണ് ട്രംപിനെ ചൊടിപ്പിച്ചിരിക്കുന്നതെന്നും അമേരിക്കയ്ക്ക് ആവശ്യമായ മുൻഗണനകൾ നൽകാൻ അതായത് അമേരിക്കയ്ക്ക് വേണ്ട രീതിയിലുള്ള നൽകാൻ തയ്യാറായിരുന്നില്ല എങ്കിൽ ചൈനയ്ക്ക് മേൽ 200% അതിലധികമോ തീരുവ ചുമത്തുമെന്നാണ് ട്രംപ് പറയുന്നത്. ലോകം സ്വന്തം സാമ്പത്തിക താൽപ്പര്യങ്ങൾക്ക് പുറത്ത് രാഷ്ട്രീയം കളിക്കുന്ന തിരക്കിലാണ് എന്ന് ഇന്ത്യക്ക് മേലുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി തന്നെ പറയുകയായിരുന്നു. ചെറുകിട കർഷകർ, സംരംഭകർ, അതുപോലെ ക്ഷീര കർഷകർ എന്നിവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് മോദി കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കി. അതുപോലെ തന്നെ വായ്പാ ചട്ടങ്ങളിൽ തിരിമറി നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് ഇപ്പോൾ US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ ഗവർണർ ലിസ കുക്കിനെ പദവിയിൽ നിന്നും ട്രംപ് പുറത്താക്കുകയും ചെയ്തു. ഇത്തരം ഒരു രീതിയിലേക്ക് വരുമ്പോൾ ട്രംപ് ഏകാധിപതി ആയി തന്നെ അവിടെ ആ ഒരു പദവിയോടുകൂടി തന്നെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കുന്നു. അതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ ട്രംപ് ആകട്ടെ മോദിക്ക് നേരെയും ഇന്ത്യക്ക് നേരെയും വാളെടുക്കാം എന്ന നിലയിലേക്ക് എത്തിയതും. അതേസമയം ട്രംപും US ഫെഡറൽ റിസർവും തമ്മിലെ പോര് വീണ്ടും കടുക്കുകയാണ് എന്നതിന്റെ സൂചനയായിരുന്നു പുറത്തു വന്നത്. ഇത് US ഓഹരി വിപണിയുടെ വീഴ്ചയ്ക്കും വഴിതിരിച്ചു വിടുന്നവയാകുന്നു. ഡി ജോൺസ് 349 പോയിന്റ്, അതായത് ഏകദേശം അത് ഇടിഞ്ഞ് താഴുകയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലോക ബാങ്കിന്റെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിൽ ട്രംപ് ഇടപെടുകയാണ് എന്ന ആശങ്കയാണ് ഇപ്പോൾ ഓഹരികളെ വലിയ രീതിയിൽ ബാധിച്ചിരിക്കുന്നത്. സെപ്റ്റംബറിൽ ചേരുന്ന പണയ നിർണയ യോഗത്തിൽ അടിസ്ഥാന പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന സൂചന US ഫെഡ് ചെയർമാൻ ജെറോം വ്യക്തമാക്കിയിരുന്നു. ട്രംപ് ഫെഡ് ഭിന്നത ഇപ്പോൾ തന്നെ കൂടുതൽ വലിയൊരു രീതിയിലേക്ക് എത്തുകയും ഈ നീക്കങ്ങളെ തകിടം മറിച്ചേക്കാമെന്ന ഭീതിയും ഓഹരി വിപണിക്കുണ്ട്. അതേപോലെ തന്നെ ലിസ കുക്കിനെ പുറത്താക്കിയ ട്രംപിന്റെ നടപടിക്ക് പിന്നാലെ തന്നെ US ഡോളർ ദുർബലമായി തന്നെ ഇപ്പോൾ കിടക്കുകയാണ്. ഡോളർ ഇൻഡെക്സ് ആകട്ടെ 0.17% ഇടിഞ്ഞുകൊണ്ട് 98.26 തന്നെ എത്തി നിൽക്കുന്നു. ഡോളറിന്റെ വീഴ്ച സ്വർണത്തിനിടയിലാകട്ടെ അതിനൊരു നേട്ടവും ഉണ്ടാക്കിയെന്ന് പറയുന്നു. മാത്രമല്ല, രാജ്യാന്തര സ്വർണ്ണവില $3,352 നിന്ന് $3,385 വരെ എത്തി. അതൊരു കുതിച്ചുകയറ്റമായി തന്നെ പറയുന്നുണ്ട്. എന്നാലും നിലവിലെ സ്ഥിതി വലിയൊരു പുരോഗതി കാണുന്നില്ല എന്നും ഇത് വലിയ രീതിയിൽ കേരളത്തിലേക്കും ഒരു തിരിച്ചടി പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ സ്വർണ്ണവില തിരിച്ചു കയറിയേക്കാം എന്നൊരു വിലയിരുത്തലും പുറത്തു വരുന്നു. ഇതിനെല്ലാം ഇടയിലാണ് ഇപ്പോൾ ടാരിഫ് വിഷയവും മാത്രമല്ല ട്രംപിന്റെ ഏകാധിപതി എന്ന ആ ഒരു സ്ഥാനത്തേക്കുള്ള പോക്കും ഒക്കെ തന്നെ വാർത്തയായി തന്നെ പുറത്തു വരുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.